മകരജ്യോതി ദർശനത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. 3:08 മകരസംക്രമ പൂജ. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യാണ് സംക്രമ പൂജയ്ക്ക് അഭിഷേകം ചെയ്യുക. വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സ്വീകരിക്കും. 6:30 സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്രയെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. അതിനുശേഷമാകും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. മകരവിളക്ക് കാത്തു നിൽക്കുന്ന തീർത്ഥാടക പ്രവാഹങ്ങളുടെ നടുവിലാണ് ശബരിമല സന്നിധാനം. ഇപ്പോൾ വലിയ തിരക്ക്. ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം ഇവിടേക്ക് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റിവിട്ടിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്, തീർത്ഥാടകരാൽ നിറഞ്ഞിരിക്കുകയാണ്. 4 ദിവസം മുൻപും 5 ദിവസം മുമ്പുമൊക്കെ ആ തമ്പടിച്ചവർ ഈ മകരവിളക്ക് കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തിനടുത്ത് ആ ഷെഡ് കെട്ടിയും ആ തമ്പടിച്ചുമൊക്കെ താമസിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ശബരിമല സന്നിധാനം. എല്ലാം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്നൊക്കെ എത്തിയവരാണ് ഇവിടെ എല്ലാം തന്നെ ഇത്രയും ദിവസമായി കാത്തു നിൽക്കുന്നത്. പലരും ദിവസങ്ങളോളമായി തമ്പടിക്കാൻ തുടങ്ങിയിട്ട്. സ്വാമി, എവിടുന്ന് വരുന്നു? തെലുഗു. How many days you are here? 3 days before. 3 days. You are waiting for the Makaravillakku? Jyoti Darshana. You are under this shed? You are sleeping under this shed? Yeah, yes. He's sleeping. Last 2 days back, we are sleeping this place. They are coming from the Hyderabad. You are first time here? Yeah, first time here. Can you swam? Everybody from Andhra? We are all from Andhra. Andhra, Telangana. Andhra and Telangana. Swami, எங்கேருந்து வருது? தமிழ்நாடு. ஆமா. எவ்வளவு ദിവസമായി இந்த நான் 18 வருஷமா வரேன் மேடம். இந்த மாதிரி தான் எல்லா வாட்டியும். ஆமா, இதே போல தான். இந்த ஷீட்டுக்கு தாழ எல்லாம் இதே போல. நாங்க விரி எடுக்கோம் ஃபர்ஸ்ட் வந்ததெல்லாம். இப்போ வந்து விரி இல்ல. அதனால வந்து நாங்க கொஞ்சம் கஷ்டம் தானே. கொஞ்சம் கஷ்டம் தான், இருந்தாலும் கொஞ்சம் சாட்டிஸ்ஃபேக்ஷன் தான். அதுக்கு அப்புறம் தான் ஐயா இல்ல. ஆமா, ஐயா இருக்கல்ல. மணலி சென்னை. எப்படி இருக்கு இந்த சீட்டுக்கு தானே எல்லாமே? பரவாயில்ல, கஷ்டமா இருந்தாலும் பரவாயில்ல. நம்ம பார்க்கறது ஐயனை பார்க்க வந்திருக்கோம். அதனால வந்து பரவாயில்ல, ஐயனை பார்க்க வந்துக்கிறோம். எது இருந்தாலும் நம்ம ஏத்துக்கிறோம். அவ்வளவுதான், இன்பத்துக்கெல்லாம் ஏத்துக்கிறோம். அதானே ಸರ್. ಸ್ವಾಮಿ 3 ದಿವಸ ಆಯ್ತು ಬಂದು. ಇಲ್ಲಿ ಜ್ಯೋತಿ ನೋಡಕ್ಕೆ ಬಂದಿದ್ದೀವಿ. ನಾ ಇಲ್ಲೇ ಇದ್ದೀವಿ. മംഗളൂരു. അതാണ് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ചൂടാണ്, ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ കുറവുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇവിടെ അയ്യനെ കാണുക മാത്രമാണ് പ്രധാനമെന്നാണ് ഇവിടെ ഈ ആളുകളൊക്കെ തന്നെ ഒരേപോലെ പറയുന്നത്. എന്താണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം 2:50 ഇന്നിനി നട തുറക്കുക. 3:08 മകരസംക്രമ പൂജ. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യ് കൊണ്ടാണ് അയ്യന് അഭിഷേകം ആ സമയത്തുണ്ടാവുക. തുടർന്ന് തിരുവാഭരണത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. 5:30 ശരംകുത്തിയിൽ തിരുവാഭരണം എത്തും. തുടർന്ന് ക്ഷേത്ര പ്രതിനിധികൾ അവിടെ എത്തി അത് കൂട്ടിക്കൊണ്ടുവരികയാണ്. 6:15 സന്നിധാനത്ത് തിരുവാഭരണം എത്തുന്നു. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. 6:30 ദീപാരാധനയുടെ സമയം. അതിനുശേഷമാണ് പൊന്നമ്പലമേടിൽ മകരദീപം തെളിയുക. എന്നാണെങ്കിലും അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്, ഈ ഒരു ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ എത്തിച്ചേർന്ന തീർത്ഥാടകരെല്ലാം. ആ ഒരു നിമിഷത്തിന് ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. സന്നിധാനത്ത് നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.